ദൂരെ നിന്ന് വന്നവർക്കൊക്കെ 9-10 മണിയാകുമ്പോഴത്തേനൊക്കെ പോകണം. 2-3 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തും. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ, 3 വിഭാഗം ലാ തദ്ഖുലുൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കില്ല. അങ്ങനത്തെ 3 വിഭാഗം, സ്വർഗ്ഗത്തിൽ കടക്കാത്ത 3 വിഭാഗം. ആരാണത്? 1, മുദ്മിനുൽ ഖംർ, കള്ളുകുടിയന്മാർ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കള്ളുകുടിയന്മാര് സ്വർഗ്ഗത്തിൽ ഉണ്ടാവില്ല. ഇന്ന് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ വീടും കടയും കോഴിക്കോടിന്റെ ഉള്ളുവരെ തപ്പിക്കൊണ്ടിരിക്കുന്ന തൂഫാൻ എന്ന വലിയ പോലീസിന്റെ പരിഗണനയിലാണ്, അവരുടെ നിരീക്ഷണത്തിലാണ് മിക്ക ആളുകളും. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ എല്ലാ ഫിത്ന ഫസാദുകളെ തൊട്ട് കാക്കട്ടെ. ഒരാഴ്ച മുമ്പ് ഞാനൊരു ലേഖനം വായിക്കലുണ്ടായി. അതിൽ ഒരു ജിത്തു കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞൊരു ആളുടെ ഒരു വാക്ക് കണ്ടു. വലിയ അർത്ഥവ്യക്തമായ വാക്കുകളാണ് അതിൽ പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫ്ലവറിംഗ് ഓഫ് ഗുഡ്നെസ്. ഒരു നന്മയുടെ പുഷ്പീകരണം ഇൽമാണ്, വിദ്യാഭ്യാസമാണ്. ഒരാള് നന്നാവണമെങ്കിൽ അയാൾക്ക് വിദ്യാഭ്യാസം നിർബന്ധമാണ്, എന്നാലേ ആള് നന്നാവും. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗം അത് തന്നെയായിരുന്നു. മക്കളെയൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന, വിദേശത്ത് നിന്ന് അടക്കം എന്റെ ശബ്ദം കേൾക്കുന്ന പലരും ഇന്ന് ലൈവിലുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും പറയണം, ഏതെങ്കിലും ഒരു വെള്ളത്തലയെക്കെട്ട് കെട്ടിയ ഉസ്താദുമാര്, സനതെടുത്ത ഉസ്താദുമാര് റോട്ട് കൂടെ കള്ളും കുടിച്ച് നടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടില്ല? അതാണ് എഡ്യൂക്കേഷൻ ഈസ് ദ ഫ്ലവറിംഗ് ഓഫ് ഗുഡ്നെസ്. മക്കളെ നല്ല പോലെ പഠിപ്പിക്കണം ചെറുപ്പത്തിൽ. എന്നാൽ വലുതാകുമ്പോ സുഖമായിട്ടൊക്കെ രക്ഷിതാക്കൾക്ക് കിടന്നുറങ്ങാം. അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അതേപോലെ എല്ലാവർക്കും ചിലപ്പോൾ ഉസ്താദുമാരാക്കിക്കോളണം പറ്റിക്കോളണം എന്നില്ല. എന്നാൽ 5 വഖത്ത് പള്ളി പോകുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ കള്ളുകുടിച്ച് റോട്ടിൽ കൂടെ നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും കാണില്ല. കാരണം എന്തേ? അവൻക്ക് അല്ലാഹുവിനോടുള്ള ഭയമുണ്ട്. റസൂലുള്ളാഹ് നിരോധിച്ച കാര്യത്തെ തൊടുന്നതിന് അവൻക്ക് ഭയമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കള്ളിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവൻക്ക് ആ കള്ളിന്റെ കുപ്പി എങ്ങനെ എടുക്കുമ്പോ റസൂലുള്ളാഹിന്റെ മദീന റൗള ശരീഫ് ഇങ്ങനെ ഹൃദയത്തിൽ വരും. 5 വഖത്ത് നിസ്കരിക്കുന്നവരും കള്ളുകുടിക്കാൻ തുടങ്ങില്ല. ഉമ്മമാരാണ്, രക്ഷിതാക്കളാണ് മക്കളെ വഴിതെറ്റിക്കുന്നത്. ഞാൻ എപ്പോഴും അവരെ പറയും. എന്തേ കാരണം? കുട്ടികളൊക്കെ രാവിലെ സുബഹിക്ക് നിസ്കരിക്കാൻ നീക്കാൻ ഉമ്മമാർക്കാണ് ഫസ്റ്റ് മടി. മക്കള് പറഞ്ഞാൽ ഞാൻ നോമ്പ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഉമ്മമാർക്ക് ഭയങ്കര മടിയാണ്. എന്റെ ചെറിയ കുട്ടികളെ കുറച്ചുകൂടി ഒന്ന് വലുതായിക്കോട്ടെ, അടുത്ത വർഷം എടുക്കാം എന്നൊക്കെ പറയും. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ട് വേണം കൊണ്ടുവരാൻ. നിസ്കരിക്കാത്ത മക്കള് നമ്മുടെ വീട്ടിലുണ്ടാവരുത്. നിസ്കരിക്കാത്തവരോട് കൂട്ടുകൂടുകയും ചെയ്യരുത്. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പഠിപ്പിച്ചു, വലാ തുജാലിസൂ ഫഇന്ന ലഅനത തൻസിലു അലൈഹി മിനസ് സമാ. നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ പരിസരത്ത് പോലും നിങ്ങൾ പോകരുത്. അവന്റെ കൂടെ കൂട്ടുകൂടരുത്. അവന്റെ ഒരു ബന്ധത്തിനും നിങ്ങൾ നിൽക്കരുത്. നിസ്കരിക്കാത്തവനെ മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. നിസ്കരിക്കാത്തവനെ ഒരു കൂട്ടുകെട്ടിലും അവനെ പെടുത്തരുതെന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം?
ഫഇന്ന ലഅനത തൻസിലു അലൈഹി മിനസ് സമാ, അവനിലേക്ക് ആകാശത്ത് നിന്ന് എപ്പോഴും അല്ലാഹുവിന്റെയും മലക്കുകളുടെയും ലഅനത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും.